നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ ബഡ്ജറ്റ് ഈയിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബഡ്ജറ്റിലെ കാര്യങ്ങളാണ്. കീ ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ് 2024-25 എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രി ബഡ്ജറ്റ് ഡിവിഷൻ പ്രസിദ്ധീകരിച്ച ഈ ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കർഷകർക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കരുതി വെച്ചിട്ടുണ്ടാവുക, ഏത് തരത്തിലുള്ള കൃഷിയായിരിക്കും കൂടുതലായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കാർഷിക രംഗത്തെക്കുറിച്ച് ബഡ്ജറ്റിന് എന്താണ് പറയാനുള്ളതാണ്. വികസിത ഭാരതത്തിനായിട്ട് 9 പ്രയോറിറ്റീസ്, ടോട്ടൽ 9 പ്രയോറിറ്റീസ് ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസീലിയൻസ് ഇൻ ദി അഗ്രികൾച്ചർ. അപ്പോൾ അതെന്താ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ഏരിയയിലുള്ള പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലാൻഡ് ലിമിറ്റഡ് ആണ്, ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് ഒരു പരിധിയുണ്ട്, പരിധിയിൽ കൂടുതൽ സ്ഥലം നമുക്ക് കിട്ടത്തില്ല കൃഷി ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ചെറിയ സ്ഥലത്ത് എന്ത് ചെയ്യണം, മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, ശരിയല്ലേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ റെസീലിയൻസ് വെച്ചാൽ എന്താണ്? റെസീലിയൻസ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി വേണം, ശരിയല്ലേ? ഇപ്പോൾ ഒരു പെസ്റ്റ് അറ്റാക്ക് വന്നു, കുറച്ച് കീടങ്ങളെല്ലാം ആക്രമിക്കാൻ വന്നു, അപ്പം തന്നെ നശിച്ചു പോകുന്ന വിളയാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. പിന്നെ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? ആഗോളതാപനമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചൂട് ഭയങ്കര കൂടുതലാണ്, ചിലപ്പോൾ മഴ പെയ്യുന്നു, മഴ കൂടുതലായിട്ട് പെയ്യുന്നു, പ്രളയം വരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിളകളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനാണ് ഈ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചർ റിസർച്ച്, കോംപ്രഹെൻസീവ് റിവ്യൂ ഓഫ് ദി അഗ്രികൾച്ചർ റിസർച്ച് സെറ്റപ്പ് ബ്രിങ് ഫോക്കസ് ഓൺ റൈസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡെവലപ്പിംഗ് ക്ലൈമറ്റ് റെസീലിയന്റ് വെറൈറ്റീസ്. അപ്പോൾ ഇതിൽ ഈ ക്ലൈമറ്റ് റെസീലിയന്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നമ്മൾ സാധാരണ വിളകൾ പല ജനിതക മാറ്റം വരുത്തി വിളകൾ ഉണ്ടാക്കാറുണ്ട്, ശരിയല്ലേ? പക്ഷേ പണ്ടൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള വിളകൾ ഉണ്ടാക്കാനാണ്, അതായത് ഈ പെസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് കീടബാധയൊക്കെ പ്രതിരോധിക്കുന്ന വിളകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞ പ്രശ്നം ഈ പെസ്റ്റിനെക്കാളും വലിയ പ്രശ്നം, കീടാണുക്കളെക്കാട്ടും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് കാര്യങ്ങളാണ്, ശരിയല്ലേ? ആഗോളതാപനമൊക്കെയാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിലുള്ള ചേഞ്ചസിനെ പ്രതിരോധിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ വിളകൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാനാണ് ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ആത്മനിർഭരത. ഇത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മൾ കോവിഡിൻ്റെ ആ സമയം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാത്തിലും നമ്മൾ സ്വയം പര്യാപ്തമാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ ഓയിൽ സീഡ്സ് സച്ച് എസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, സീസം, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. അപ്പോൾ നമുക്കറിയാം നമുക്ക് കുറേ പൈസ നഷ്ടം വരുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഓയിൽ സീഡ് എണ്ണ വിളകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറക്കുമതി ചെയ്തിട്ടാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഇറക്കുമതി കുറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇറക്കുമതി ചെയ്യണത് നമ്മൾ എന്ത് ചെയ്യണം, പൈസ അങ്ങോട്ട് കൊടുക്കണം, എന്നാലും നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പൈസ അങ്ങോട്ട് കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത്തരം സാധനങ്ങൾ, അത്തരം എണ്ണ വിളകൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ, അതിൽ സ്വയം പര്യാപ്ത ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആത്മനിർഭരത എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം. നാഷണൽ കോർപ്പറേഷൻ പോളിസി ഫോർ സിസ്റ്റമിക് ഓർഡർലി ആൻഡ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി കോർപ്പറേറ്റീവ് സെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഹകരണ പ്രസ്ഥാനം വഴിയുള്ള കൃഷിയെല്ലാം ഭയങ്കര സജീവമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ, ശരിയല്ലേ? നമുക്ക് അടുത്തുള്ള സഹകരണ കേന്ദ്രം ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത വയലിൽ കൃഷി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരവിടെ എല്ലാവരും കൂടി ഒരു സംഘമായിട്ട് കൃഷി ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഓണം വരാൻ പോലെ, അപ്പോൾ ഓണത്തിന് അതെല്ലാം കൂടി വിൽക്കുന്നു, എന്നിട്ട് അതിനകത്തുള്ള പൈസ കളക്ട് ചെയ്ത് വീതിച്ചെടുക്കുന്നു, ശരിയല്ലേ? അപ്പോൾ ഈ കോർപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോർപ്പറേറ്റീവ് സെക്ടറിനെ ഒന്നുകൂടി സൂപ്പറാക്കാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ ആണ് റിലീസ് ഓഫ് ന്യൂ വെറൈറ്റീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് നമ്മൾ ഉണ്ടാക്കണം, ശരിയല്ലേ? അതെന്തിനാണ് കേട്ടോ, ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ്. അപ്പോൾ നമുക്ക് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് ഈ ഒരു ക്ലൈമറ്റ് റെസീലിയൻ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ 150 ന്യൂ ഹൈ ഈൽഡിങ് എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ വിളവ് വരുന്ന, അതിനാണ് ഹൈ ഈൽഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലൈമറ്റ് റെസീലിയൻ്റ് വെറൈറ്റി, നമ്മൾ പറഞ്ഞ ക്ലൈമറ്റ് റെസീലിയൻ്റ്, അതായത് കാലാവസ്ഥ വ്യതിയാനത്തിനെല്ലാം ചെറുക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് 32 ഫീൽഡ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്പ്. 32 ഫീൽഡ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പഴം പച്ചക്കറിയെല്ലാം കൃഷി ചെയ്യില്ലേ, അപ്പോൾ അതിനാണ് ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. വിൽ ബി റിലീസ്ഡ് ഫോർ കൾട്ടിവേഷൻ ബൈ ഫാമേഴ്സ്. അപ്പോൾ ഫാമേഴ്സിന് കൃഷി ചെയ്യാനായിട്ട് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സ് റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൽ മേജറായിട്ട് വരുന്നത് ഹോർട്ടിക്കൾച്ചർ ക്രോപ്പാണ്, പഴം പച്ചക്കറി അങ്ങനെയുള്ള വെറൈറ്റീസ് ആണ് വരുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ. അതാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരാൾ കൃഷി ചെയ്തു എന്ന് ഇരിക്കട്ടെ, ഇപ്പം നിങ്ങൾ കൃഷി ചെയ്തു എന്ന് വിചാരിക്കുക,
അപ്പോൾ നിങ്ങളെ സാധനം എന്ത് ചെയ്യണം, പലരും കൈമാറി ഒരു ഉപഭോക്താവിന് കൈമാറണം, ശരിയല്ലേ? അപ്പോൾ അതുവരെയുള്ള ജേണി, ആ ഒരു യാത്രേനെയാണ് എന്താ പറയുന്നത്, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലിടയ്ക്ക് ഈ സാധനം കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതിന് കോൾഡ് സ്റ്റോറേജ് ആവശ്യമാണ്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പെട്ടെന്നുള്ള ട്രാൻസ്പോർട്ടിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ വേണം, ശരിയല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ഓഫ് FPOs, കോപ്പറേറ്റീവ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഫോർ വെജിറ്റബിൾ സപ്ലൈ ചെയിൻ ഫോർ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് വെജിറ്റബിൾ കളക്ട് ചെയ്യാനും വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാനും വെജിറ്റബിൾ മാർക്കറ്റ് ചെയ്യാനും ആരെ പ്രൊമോട്ട് ചെയ്യുന്ന പറയുന്നത്, FPOനെയും കോപ്പറേറ്റീവ്സിനും സ്റ്റാർട്ടപ്പിനും. അതായത് ഈ FPO എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, അതായത് കൃഷിക്കാരെ കൂട്ടായ്മ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനാണ് FPO എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ കൃഷിക്കാരെ കൂട്ടായ്മേനെയും കോപ്പറേറ്റീവ്സ്, നമ്മുടെ സാധാരണ പ്രസ്ഥാനമില്ലേ, അപ്പോൾ അതിനെയും പിന്നെ സ്റ്റാർട്ടപ്പ്, പുതിയ സംരംഭങ്ങളില്ലേ, അപ്പോൾ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ഒരു പച്ചക്കറി കറക്റ്റ് സമയത്ത് കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തണം. ഓക്കെ, അത് നശിക്കുന്നതിനിടയ്ക്ക്, അതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വേസ്റ്റേജ് ഭയങ്കര കൂടുതലാണ് ഇന്ത്യയിൽ. ഈ തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകില്ലേ, അപ്പോൾ അത് നമ്മൾ കോൾഡ് സ്റ്റോറേജ് എല്ലാം ചെയ്യേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത്. അതെല്ലാവരും ക്ലിയർ ആണോ? പിന്നെ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഫാമിംഗ് ആണ്. നാച്ചുറൽ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ രാസവളങ്ങളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ, അധികം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയുള്ള ഫാമിംഗ് ആണ് നമ്മൾ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 crore farmers across a country will be initiated into natural farming, supported by certification and branding in next 2 years. 1 കോടി കർഷകരെ ഈ ഒരു നാച്ചുറൽ ഫാമിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കും, ബ്രാൻഡിങ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സാധനം വന്നു, നമ്മൾ കടയിൽ പോവാണ്, ഒരു സാധനം മേടിക്കുകയാണ്, അപ്പോൾ ഇത് നാച്ചുറൽ ഫാമിംഗ് വഴി വന്നതാണോ നമുക്ക് എങ്ങനെ അറിയും? അപ്പോൾ എന്തെങ്കിലും ഒരു മാർക്ക് വേണം, ഇപ്പോൾ അഗ്രോ മാർക്ക് അങ്ങനെ പറയില്ലേ, അതുപോലെ ഒരു എന്ത് ചെയ്യും, ബ്രാൻഡിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും, അതായത് ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പം അത് നാച്ചുറൽ ഫാമിംഗ് വഴിയാണ് ഉണ്ടാക്കിയെന്ന് തിരിച്ചറിയാൻ പറ്റും, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10,000 നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെൻറ്റേഴ്സ് ടു ബി എസ്റ്റാബ്ലിഷ്. കുറച്ച് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് ഷ്രിമ്പ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്, അതായത് ഷ്രിമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മുടെ ചെമ്മീനും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫൈനാൻസിങ് ഫോർ ഷ്രിമ്പ് ഫാമിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ട് വിൽ ബി ഫെസിലിറ്റേറ്റഡ് ടു നബാർഡ്. നബാർഡ് ആരാണ്? നബാർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. കൃഷിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാങ്കാണ് ഈ പറയുന്ന നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നബാർഡ് വഴി എന്ത് ചെയ്യുന്നു, ഫൈനാൻസിങ് ഷ്രിമ്പ് ഫാമിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ട്, അതായത് ഈ ചെമ്മീൻ കൃഷിയും ചെമ്മീൻ്റെ പ്രോസസ്സിങ്ങും പിന്നെ അതിൻ്റെ എക്സ്പോർട്ടും എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. അതെന്താ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ? പേര് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ UPI നേടില്ലേ, നമ്മൾ ഈ ഗൂഗിൾ പേയും ഫോൺ പേയിലില്ലേ, അപ്പോൾ അതൊരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പിന്നെ ആധാറില്ലേ, അപ്പോൾ ഈ ആധാറും ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ DPI കവറേജ് ഓഫ് ദ ഫാമേഴ്സ് ആൻഡ് ദെയർ ലാൻഡ് ഇൻ 3 years. അപ്പോൾ ഈ ഫാമേഴ്സ്, കൃഷിക്കാരെയും അവരുടെ ലാൻഡൊക്കെ ഇതുപോലെ ഡിജിറ്റലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് 3 വർഷത്തിനിടയിൽ. ഓക്കെ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ ഇൻ 400 ഡിസ്ട്രിക്ട്, 400 ജില്ലകളിൽ ഡിജിറ്റലായിട്ട് ക്രോപ്പ് സർവേ നടക്കുന്നതാണ് പറയുന്നത്. ഏതുപോലെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ലാൻഡ് സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയല്ലേ? അതായത് ഡിജിറ്റൽ റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട്, ലാൻഡ് റെക്കോർഡൊക്കെ ഡിജിറ്റലാക്കാൻ ഒരു സർവേ നടക്കുന്നില്ലേ, അതുപോലെ ഈ ഡിജിറ്റലായിട്ട് ക്രോപ്പ് സർവേ, ഓക്കെ, ക്രോപ്പിൻ്റെ കാര്യങ്ങൾ, വിളയുടെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സർവേ നടത്താൻ ഡിജിറ്റലായിട്ട് എന്നാണ് പറയുന്നത്. എത്ര ജില്ലയിലാണ്? 400 ജില്ലയിൽ നടത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇഷ്യൂൻസ് ഓഫ് ജൻസമർത്ഥ് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതായത് ഈ ജൻസമർത്ഥ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ജൻസമർത്ഥ് എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ പോർട്ടലാണ്. അതായത് ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീമിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഈ ഒരു ജൻസമർത്ഥ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലോണും കാര്യങ്ങളും ഉണ്ടാകും, അപ്പോൾ അത് ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ഏരിയ ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എംപ്ലോയ്മെന്റിലും സ്കില്ലിങ്ങിലും, അതായത് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കുള്ള ക്ലാസ്സിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.